അപ്പം ഞാനേ ഇന്ന് പത്രസമ്മേളനം നടത്താനും അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണാൻ ഒട്ടും ആഗ്രഹിച്ചല്ല. ഇനി എപ്പോഴും ഇങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞ് വഷളാകണ്ട എന്ന് നമ്മൾ പറയാതിരിക്കുന്നതന്നെ. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ UDF ഇട്ടതല്ല. എന്നെ മൃഗീയമായി എന്നെ അപമാനിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അപമാനിച്ച് നിങ്ങൾ അപമാനത്തെക്കുറിച്ചൊക്കെ പലവട്ടം പറഞ്ഞാൽ ഞാൻ ഒഴിവായി. ഞാൻ കാരണം ഇനി UDFനോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ മോൻസിനോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ ഒഴിവായത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നിരന്തരമായി ഇങ്ങനെ നമുക്കെതിരെ ആക്ഷേപങ്ങൾ ഓരോരുത്തരും ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ കടുത്തുരുത്തി MLA എക്സിക്യൂട്ടീവ് മോൻസ് ജോസഫും ഫ്രാൻസിസ് ജോർജോട് സംയുക്തമായിട്ട് എനിക്കെതിരെ ആക്ഷേപം പറഞ്ഞു. ഞാൻ സ്ഥാനാർത്ഥിക്കെതിരെ ഒന്നും പറയുന്നു വിചാരിച്ച സ്ഥാനാർത്ഥിക്കെതിരെ വേണ്ടി ഞാനത് ഒന്ന് പ്രസംഗിച്ച ആളാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് മോൻസ് ജോസഫ് ഇന്നലെ പറഞ്ഞത് പഞ്ചക്കടവിന് വേണമല്ലോ പഞ്ചായത്ത് സീറ്റ് കൊടുക്കാമെന്നാണ്. മോൻസിൻ്റെ പഞ്ചായത്ത് സീറ്റ് എനിക്ക് വേണ്ട. മോൻസിന് അറിയത്തില്ലേ പറയാം. ഞാൻ 2000 കരൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും കരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകുകയും ചെയ്തയാളാണ്. 2005 ലാലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ലാലം ബ്ലോക്ക് പ്രസിഡന്റാകുകയും ചെയ്തയാളാണ്. 2010 ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ച, അതായത് 3.25 പഞ്ചായത്തിലാണ് ഞാൻ വിജയിച്ചത്. എനിക്ക് എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ വിജയിച്ച ആളാണ്. അപ്പോൾ എനിക്ക് മോൻസ് ജോസഫിൻ്റെ പഞ്ചായത്ത് സീറ്റ് എനിക്ക് ആവശ്യമില്ല. അത് നിങ്ങൾ ആർക്കാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എനിക്ക് മോൻസിനെ ഒറ്റ കാര്യം പറയണം. മോൻസ് ഭാഗ്യമല്ല. KM മാണി സാറ്, കാരണം അദ്ദേഹം MLA ആയി. മാണി സാറ് മാണി ജേക്കബ് പിളർപ്പുണ്ടായപ്പോൾ PC തോമസ് എന്ന് പറയുന്ന CPയുടെ ആളിനെ സ്വതന്ത്രനായി അവിടെ മത്സരിപ്പിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്ഥാനാർത്ഥിയെ നമ്മുടെ PM മാത്യുവിനെതിരെ സ്വതന്ത്രനായി മത്സരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അബദ്ധത്തിൽ MLA ആയിപ്പോയി. ചില കാശ് ഉണ്ടാക്കി ഒരു പ്രാവശ്യം മന്ത്രിയായതുകൊണ്ട് ബാക്കിയുള്ളവരൊന്നും മുഖത്തേക്ക് കയറാൻ വരണ്ട. നിങ്ങളുടെ അഹങ്കാരമൊന്നും എൻ്റെ അടുത്ത് ചിലവാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ പുള്ളിയാണ്, നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. എന്നെ നിങ്ങളെ പഞ്ചായത്ത് മെമ്പറാക്കാനും ഒന്നും വളർത്താനും നിങ്ങൾ MLA ആക്കില്ലോ, കഴിഞ്ഞ പ്രാവശ്യം ആക്കില്ലോ നിങ്ങൾ 2 പ്രാവശ്യം. അപ്പോൾ നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ട. പിന്നെ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് സജി മഞ്ഞക്കടമ്പിന് UDF എല്ലാ സ്ഥാനങ്ങളും കൊടുത്തു. മഹാനെ എന്നായിരുന്നു മഹാന് ഇവിടെ ജനാധിപത്യ കേരള കോൺഗ്രസുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഞാൻ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായി. ആ സമയത്താണ് ഞാൻ UDF ജില്ലാ ചെയർമാനായത്. അദ്ദേഹം പറയുക UDF അദ്ദേഹത്തിന് എല്ലാം കൊടുത്തത്. ഞാൻ പറഞ്ഞത് ഫ്രാൻസിസ് ജോർജ് LDF നിൽക്കുമ്പോൾ ഞാൻ UDFകാരനായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് കൂടുതൽ വർത്തമാനം വേണ്ട. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇടുക്കിയിൽ നിന്നുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഇടുക്കിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളെന്ന് പറഞ്ഞിരിക്കുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ പഴയ ആത്മസുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു മത്സര തൊഴിലാളിയാണ്. അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും. ഏത് മുന്നണിയിലാണെങ്കിലും മത്സരിക്കണം. മത്സരിച്ച് പാവപ്പെട്ട ആളുകൾ അവരുടെ പോക്കറ്റിലെ പൈസ മുടക്കി പ്രവർത്തിക്കും. ഇങ്ങനെ പണപ്പെരുവായിട്ട് നടക്കും. അവസാനം അദ്ദേഹം പണമായിട്ട് വീട്ടിൽ പോകുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് 6 കോടി രൂപ അദ്ദേഹത്തിന് ആസ്തിയുണ്ടെന്ന് അദ്ദേഹം QR കോഡ് ഇട്ടിട്ടുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥി ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അപ്പം അങ്ങനെയുള്ള ആളൊക്കെ ഞാൻ മുന്നണി വിട്ടത് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ മുന്നണി വിട്ടു. ആ മുന്നണി വിട്ടതിനെന്താ ഞാൻ ഇവരെ ആക്രമിക്കാൻ ചെന്നു? ഇല്ലല്ലോ. ഞാൻ എൻ്റെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. അതിനെന്നെ ഇത്രമാത്രം വീണ്ടും അധിക്ഷേപിക്കുന്നത് ശരിയാണോ എന്നുകൂടി ഫ്രാൻസിസ് ജോർജ് കൂടി പറയണം. പിന്നെ ഒരു വാക്കുകൂടി പറയാം. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി അദ്ദേഹം ഇവിടെ വന്നു, തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നതിന് ശേഷം ഇവിടെ നോമിനേഷൻ എന്നെ കയറ്റില്ല. പോട്ടെ, നോമിനേഷൻ കൊടുക്കുമ്പോൾ എന്നോട് ജില്ലാ പ്രസിഡന്റ് പറയാൻ പോലും ഇദ്ദേഹം തയ്യാറായിട്ടില്ല. ഇപ്പം ജനാധിപത്യ കേരള കോൺഗ്രസ് കൂടെ ലയിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ പഴയ ജോസഫ് ഗ്രൂപ്പുകാർ മാത്രം മതി, അവനായിക്കോട്ടെ, നമുക്ക് തർക്കമില്ല. ഈ പറഞ്ഞാലേ അവർ പറഞ്ഞ അവശിഷ്ടമാണ് ഗ്രൂപ്പ് എന്നുള്ള ആ പേര് കേട്ട് തുടരാൻ അല്ലെങ്കിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, മത്സര തൊഴിലാളിയായ ഫ്രാൻസിസ് ജോർജ് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. മോൻസ് ജോസഫിൻ്റെ പഞ്ചായത്ത് സീറ്റ് അദ്ദേഹത്തിൻ്റെ പലയിടത്തും കൊണ്ട് ചെലവഴിക്കേണ്ട. പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ MLA ആയതിൻ്റെ അഹങ്കാരം അതെൻ്റെ അടുത്ത് ഇറക്കണ്ട. ഓക്കെ,